അഴിമതിയെ നിയമപരമാക്കാൻ യാതൊരു ലജ്ജയും കൂടാതെ അഖിലേന്ത്യാ തലത്തിൽ BJP നീങ്ങുകയുണ്ടായി എന്ന് രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും ആക്ഷേപം ഉന്നയിക്കുകയല്ല ചെയ്തത്. ഇന്ത്യയുടെ പരമോന്നതമായ നീതിന്യായ പീഠം സുപ്രീം കോടതിയാണ് ഇലക്ടറൽ ബോണ്ട് എന്ന പട്ടാപ്പകൽ തീവട്ടിക്കൊള്ള അത് CPIM ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് ഭരണഘടനാ വിരുദ്ധമായ അഴിമതിയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞത്. നാണമുണ്ടായിരുന്നെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ രാജിവെക്കണമെന്ന് പറയാൻ പറ്റില്ല, അധികാരമാണ് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഏക ലക്ഷ്യം. പക്ഷെ അങ്ങനെ സുപ്രീം കോടതി പാർലമെൻറ്റിനെ ഉപയോഗിച്ച് ഒരു അഴിമതി 10,000 കോടി രൂപയുടെ അഴിമതി നടത്തി എന്ന് കണ്ടെത്തിയ കൂട്ടരാണ് കേരളത്തിൽ അഴിമതിയാണ് എന്ന് ആക്ഷേപം ഉന്നയിക്കുന്നത്. കേരളത്തിൽ ഭരണരംഗത്ത് രാഷ്ട്രീയ നേതൃത്വം പൂർണ്ണമായി അഴിമതി തുടച്ചു നീക്കി എന്ന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഭരണത്തിൽ രാഷ്ട്രീയ നേതൃത്വം മന്ത്രിസഭ മാത്രമല്ല ഉള്ളത്, അതിന് താഴെ ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ തോതിൽ അഴിമതിക്ക് വിരാമം ഉണ്ടാക്കാൻ കഴിഞ്ഞു. കാരണം മന്ത്രിതലത്തിൽ അഴിമതി നടക്കാതിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി നടത്താൻ കുറച്ച് ശങ്കയുണ്ടാവും. അപ്പം അതുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു അഴിമതിയും നടക്കുന്നില്ല എന്ന് ഞാൻ പറയില്ല, അങ്ങനെ പറഞ്ഞാൽ അത് അബദ്ധമാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ അവിടെ ഇവിടെ അഴിമതി നടക്കുന്നുണ്ടാവും. പക്ഷേ അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഒരു ഭരണമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് അഴിമതി ആരോപണം നടത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഒന്നും തന്നെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാൻ കഴിയില്ല. അതിന് പഠിച്ച പണി 18 പേര് നോക്കി. ഇപ്പോൾ അഴിമതി ആരോപിച്ച് ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ ജയിലിട്ടു, ജാർഖണ്ഡിൽ ഇതുപോലെ തന്നെ ചെയ്തു. കേന്ദ്ര BJP ഗവൺമെൻറ് ചെയ്യുന്നത് അഴിമതി ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ പിടികൂടി അവരെ ഭീഷണിപ്പെടുത്തി BJPയിൽ ചേർക്കുകയാണ്. അതുകൊണ്ട് BJPക്ക് ഇപ്പോൾ ഒരു 2 അപരനാമധേയങ്ങളുണ്ട്. ഒന്ന് വാഷിംഗ് മെഷീൻ, അഴിമതിക്കാർ BJP ചേർന്ന് കഴിഞ്ഞാൽ അവരെ കുളിപ്പിച്ച്, ഇപ്പോൾ എത്രയോ ആസാം മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവായിരുന്നു, അപ്പോൾ ആ ലിസ്റ്റില്ല ഞാൻ പറയുന്നില്ല. അപ്പം വാഷിംഗ് മെഷീൻ താമര പോലെ തന്നെ BJPയുടെ ഒരു ചിഹ്നമായി മാറിയിട്ടുണ്ട്. മറ്റൊന്ന് ബുൾഡോസറാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ബുൾഡോസർ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്ന അനുഭവം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൃന്ദാക്കാരാട്ട് പിന്നെ ഇത് സംബന്ധിച്ച കത്ത് ബംഗ്ലാദേശികളെന്ന് ആരോപിച്ചുകൊണ്ട് ന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്ക് നേരെ ആക്രമണം നടത്തുന്നത്. അപ്പം ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് കേരളത്തിൽ അഴിമതിയാണ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ സ്വർണ്ണക്കടത്ത് വിഷയം ഒരിക്കൽ കൂടി അമിത്ഷാ വന്ന് കേരളത്തിൽ സംസാരിക്കുകയാണ്. പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു കിക്ക് ഓഫിനാണ് അവർ തുടക്കമിട്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ സ്വർണ്ണക്കടത്ത് ആരോപണം ഒന്നുകൂടി ശക്തമാക്കുന്നത് വഴി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ലേ? അല്ല, ഈ സ്വർണ്ണക്കടത്ത് ആരോപണം മുമ്പ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ മത്സരിച്ച് BJPയും കോൺഗ്രസും ഉന്നയിച്ചതാണ്. അത് കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. വളരെ അവർക്ക് ആഭാസകരമാണെന്ന് തോന്നി ജനങ്ങൾക്ക് തന്നെ. അപ്പോൾ അത് വീണ്ടും പിന്നെ ഉന്നയിച്ചിട്ട് കാര്യമില്ല. BJPയുടെ ഒരു ഓഫീസിലെ സെക്രട്ടറി തന്നെ ഉന്നയിച്ച കള്ളപ്പണ കേസ്, കൊടകരയോ കൊടകര, എനിക്കെല്ലാം കൂടെ ഓർമ്മ വരാത്തതുകൊണ്ടാണ്. അപ്പോൾ കൊടകര കള്ളപ്പണ കേസ്, അത് കള്ളപ്പണം കിട്ടിയതാണ്. അത് കള്ളപ്പണം കിട്ടിയതാണ്. ആ കള്ളപ്പണം ആരെല്ലാമാണ് വീതം വെച്ചെടുത്തതെന്നുള്ളതിനെക്കുറിച്ചും ആരോപണങ്ങളുണ്ട്. അതിന്മേലൊരു നീക്കവും നടക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയ സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്ന് മുഖ്യമന്ത്രി അമേരിക്കയിലായതുകൊണ്ട് തന്നെ അമിത്ഷാ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ BJPയുടെ സമ്മേളനം നടക്കുന്നത് മുഖ്യമന്ത്രി അറിയണം, നിങ്ങൾ ഉറക്കെ ഭാരത് മാതാ കി ജയ് വിളിക്കണം, BJP മുദ്രാവാക്യം വിളിക്കണം. അപ്പം മുഖ്യമന്ത്രി ഒരു പേഴ്സണൽ അറ്റാക്കിന് കൂടി ശ്രമിക്കുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. വളരെ തരംതാണ തരത്തിലുള്ള രീതികളാണ് BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും സമുന്നതനായ രാഷ്ട്രീയ നേതാവും സമുന്നതമായ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുമാണെന്നുള്ള നിലയിൽ വേണം പ്രധാനമന്ത്രിമാർ പെരുമാറേണ്ടത്. പക്ഷേ അദ്ദേഹം തൃശ്ശൂരിൽ കുറേ നാൾ മുമ്പ് വന്നിട്ട് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ അഴിമതിയുടെ കേന്ദ്രമാണ്.
ഇന്ത്യയുടെ ഭരണം കയ്യിലുള്ള ആളാണ് പ്രധാനമന്ത്രി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിൽ അഴിമതിയുടെ കേന്ദ്രമാണെന്ന് പ്രധാനമന്ത്രി പറയല്ല വേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഏജൻസികളെ വിട്ടിട്ട് അത് പിന്നെ ശരിയാണെന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. അത് അദ്ദേഹം ചെയ്യുന്നില്ല. ചെയ്യാതിരിക്കുന്നതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് തന്നെ അറിയാം, അദ്ദേഹം പറയുന്നത് പരമ അബദ്ധമാണ്, അതിനകത്ത് ഒരു സത്യവുമില്ല എന്ന്. അപ്പോൾ പ്രധാനമന്ത്രി പദം എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ കള്ളക്കഥകൾ വിളമ്പാൻ ഉപയോഗിക്കാനുള്ള ഒരു പദവിയല്ല പ്രധാനമന്ത്രി പദവി. അപ്പം ആ സ്വന്തം പദവി മറന്നിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെരുമാറുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും പെരുമാറുന്നത് എങ്ങനെയാണ്? ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായിട്ടുള്ള കേസുകൾ അദ്ദേഹം തേച്ചുമാച്ച് കളഞ്ഞിരുന്നില്ല എങ്കിൽ ആ കേസുകൾ കൃത്യമായിട്ട് അന്വേഷിച്ച് അതിൽ നടപടികൾ സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ ശ്രീ അമിത്ഷായ്ക്ക് എന്ത് പറ്റുമായിരുന്നു എന്നുള്ളത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുന്നവർ പലരും അങ്ങനെയുള്ളതാണ്. ഇപ്പം നെതന്യാഹുവിനെ കുറിച്ച് പറയാം, ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. ഈ പിന്നെ ഗസയിലെ ഈ യുദ്ധം നടത്തിക്കൊണ്ട് ഒരു യുദ്ധാന്തരീക്ഷം ഇസ്രയേൽ നിലനിൽക്കുമായിരുന്നില്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ കേസ് അവിടുത്തെ കോടതിയിലുണ്ട്. ആ കേസിൽ നെതന്യാഹുവിനെ ശിക്ഷിച്ച് നെതന്യാഹുവിനെ ജയിലിലടയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പാലസ്തീൻ വിരോധം മാത്രമല്ല ട്രംപിൻ്റെ പിന്തുണയോടുകൂടി നെതന്യാഹു ഈ യുദ്ധം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാസയിലെ യുദ്ധം നടക്കുമ്പോൾ തന്നെ ഇറാനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അപ്പം ഇസ്രയേൽ യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്തിനു വേണ്ടി? നെതന്യാഹുവിന് സ്വന്തം കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഇവിടെ നരേന്ദ്രമോദിയും അമിത്ഷായും സ്വന്തം അഴിമതി, സ്വന്തം വർഗീയത അത് മൂടിവെക്കണമെങ്കിൽ ഇങ്ങനെ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായിട്ട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പം നെതന്യാഹുവും പിന്നെ നമ്മുടെ നരേന്ദ്രമോദി അമിത്ഷായും ഒക്കെ ഒരേ തൂവൽ പക്ഷികളാണ്.